ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ സ്കൂളൊക്കെ തുറന്നില്ലേ? ഇനി എല്ലാവരുടെയും ടെൻഷൻ സ്കൂൾ വിട്ടു വന്ന് എന്തുണ്ടാക്കി കൊടുക്കും എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നൊരു ഈവനിങ് സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെറും 2 ചേരുവകൾ കൊണ്ട് ദിവസങ്ങളോളം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് അരി വറുത്തെടുക്കാം. പുഴുങ്ങലരിയാണ് വറുത്തെടുക്കേണ്ടത്. ഞാനിവിടെ ഏകദേശം 1 കപ്പ് പുഴുങ്ങലരി എടുത്തിട്ടുണ്ട്. നമ്മൾ അരി കൊണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അരി വറുത്തെടുക്കുന്ന അതുപോലെ തന്നെയാണ് ഈ ഒരു സ്നാക്സിന് വേണ്ടിയിട്ടും അരി വറുത്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത അരിയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ നിങ്ങൾക്കിപ്പോൾ കാണാം അരി ഇങ്ങനെ ചെറുതായി പൊട്ടി തുടങ്ങുന്നത് കാണാം. അരി നമ്മൾ നല്ല കറക്റ്റ് പാകത്തിനാണ് വറുത്തെടുക്കുന്നതെങ്കിൽ ഇതുപോലെ പൊട്ടിത്തുടങ്ങും. അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം അരി വറുത്തെടുത്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ശർക്കരപ്പാനി ഉണ്ടാക്കാം. അതിനായിട്ട് ഇതുപോലെ 2 പീസ് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ ഒരു ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കാം. ഇതാ ശർക്കരയൊക്കെ അലിഞ്ഞു തുടങ്ങി. അപ്പോൾ ഇതാ ശർക്കരയൊക്കെ മുഴുവനായിട്ട് അലിഞ്ഞ് നന്നായിട്ട് ഇതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്. ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യേണ്ട. ഇതിലേക്ക് ഡയറക്റ്റ് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് സ്റ്റൗ ലോ ഫ്ലെയിമിലാക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ അരിയിലും ആ ഒരു ശർക്കരപ്പാനി എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ശർക്കര ചേർത്ത വറുത്ത അരി ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇതുപോലെ കൈ കൊണ്ടൊക്കെ തൊടാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിൽ ഇതുപോലെ കട്ട പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൈവച്ച് ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നല്ല ക്രിസ്പിയാണ്. ഇനി ഇത് നമുക്ക് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് ചൂടൊക്കെ പോയി തണുത്തതിന് ശേഷം വേണം ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.